മോളെ, എടി മോളെ, ഇവിടെ ഫോണെത്തോണ്ട് ഇരിക്കുവാണോ? അമ്മച്ചി എന്റെ മോനെ, എന്നിട്ട് ഈ നൈറ്റി ഒന്ന് തയ്ച്ച് പെട്ടെന്ന് തയ്ച്ചു തരണം. ഗാന്ധി ജയന്തിയുടെ അന്ന് ഇടാൻ. അമ്മ നല്ല തുണിയൊക്കെയാണ്, പക്ഷെ ഗാന്ധി ജയന്തിയുടെ അന്ന് നടക്കത്തില്ല. എന്നെ മോനെ? അമ്മച്ചിയെ ഇന്ന് പൂജ വെപ്പല്ലായിരുന്നു അമ്മച്ചി. ഞാൻ എന്റെ മിഷൻ പൂജ വെച്ചു. പൂജ വെപ്പ്? മിഷൻ ഇന്നല്ലല്ലോ പൂജ വെക്കണ്ട. ആയുധ പൂജ നാളെ വൈകിട്ട്. കുഞ്ഞ് നാളെ പകലിരുന്ന് തയ്ച്ചാ മതി. അല്ല ഇപ്പോഴായാലും പെട്ടെന്ന് തയ്ക്കാൻ നോക്കൂ. അമ്മച്ചി, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. അതെന്റെ ആയുധമല്ല മിഷൻ. ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ഇന്നേ വെക്കാം. എന്നാ വെച്ചല്ലോ. വെച്ചു. തുണി ഞാൻ തരും. അമ്മ ഞാൻ തയ്ച്ചു തരാമേ. വെള്ളിയാഴ്ച ഞാൻ തയ്ച്ചു തരാം. ഞാൻ ആരെ കൊണ്ടെല്ലാം തയ്പ്പിച്ചോളാം. വേണ്ട, വാക്കും മോളെ. ആയിക്കോട്ടെ. ആരെ കൊണ്ട് തയ്പ്പിക്കുന്നു? അമ്മ വെച്ച് കാപ്പി വെച്ച് തരാം. കാപ്പി വേണോ? മിഷൻ പൂജ വെച്ചില്ലേ? വെച്ചു. ഞാൻ എന്റെ അടുക്കളയും പൂജ വെച്ചു. ഇനി ചായയും കാപ്പിയും ഒന്നും കയറി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അമ്മ അടുക്കളയൊന്നും ആരും പൂജ വെക്കത്തില്ലമ്മേ. ആര് പറഞ്ഞു? വീടിന്റെ പ്രധാന ഭാഗമാ അടുക്കള. അവിടെ പൂജ വെച്ചില്ലേ പിന്നെ എവിടെ പൂജ വെച്ചാലാ? അമ്മ ഇതുവരെയായിട്ട് വെച്ചിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തു. മിഷൻ പൂജ വെച്ചില്ലേ? ഞാനും പൂജ വെച്ച അടുക്കള. എന്നാ പൂ അടുക്കളയെ കൊണ്ടിട്. അല്ല, അടുക്കള പാചകം ചെയ്യുന്ന ഞാനല്ലേ, എന്നെയും കൂടെ ഞാൻ പൂജ വെക്കുക. അങ്ങനൊക്കെ ഉണ്ടോ? അങ്ങനൊക്കെ ഉണ്ട്. പൂജ വെച്ചു, ഞാൻ എന്നെയും പൂജ വെച്ചു. ഇനി പൂജ എടുക്കാതെ ഒരു വക ഞാൻ വീട്ടിലുണ്ടാക്കത്തില്ല. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ?